Hello children, welcome back to our improvement grammar classes. Today we are going to see the basic concepts of tense in English grammar. എന്താണ് ടെൻസ്? ടെൻസ് എന്ന് പറഞ്ഞാൽ സമയം, കാലം എന്നാണ് അർത്ഥം. നമ്മുടെ ഇഫ് ക്ലോസും റിപ്പോർട്ടഡ് സ്പീച്ചും അതുപോലെ തന്നെ പാസീവ് വോയിസും ഒക്കെ പഠിക്കണമെങ്കിൽ ടെൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ടെൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ടെൻസ് ഈസ് ദി ബാക്ക് ബോൺ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷിൻ്റെ നട്ടെല്ല് തന്നെയാണ് ടെൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ഫൗണ്ടേഷൻ, അടിത്തറയാണ്, ഒരു ലാംഗ്വേജിൻ്റെ അടിത്തറയാണ് ടെൻസ്. ഇറ്റ് ഡിസൈഡ്സ് ഹൗ ടു മേക്ക് എ സെൻറ്റൻസ്. എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എന്നത് നമുക്ക് ടെൻസാണ് പറഞ്ഞു തരുന്നത്. ടെൻസ് ലാംഗ്വേജിൻ്റെ അടിത്തറയാണെങ്കിൽ വേർബാണ് അതിൻ്റെ നെടുന്തൂൺ. റൂഫ് എന്ന് പറയുന്നത് വൊക്കാബുലറിയാണ്. അപ്പോൾ ടെൻസ് പഠിക്കാനായിട്ട് ഈ ഒരു ടേബിളാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ടെൻസ് അല്ലെങ്കിൽ കാലത്തിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം: പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ ഓടിച്ചോടിച്ച് പറഞ്ഞു പോകുന്നത് കേട്ടോ. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യം കാണിക്കുന്നു. പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നു. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ കാണിക്കുന്നു. ഇനി ഈ ഓരോ ടെൻസിനെയും 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: സിമ്പിൾ, കണ്ടിന്യൂവസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂവസ്. അപ്പോൾ പാസ്റ്റ് എടുക്കുവാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂവസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂവസ്. ഇതുപോലെയാണ് ഓരോ ടെൻസിനും. അപ്പം ഈ ഓരോ ടെൻസും അതിൻ്റെ ഡിവിഷനും കൂടി മൊത്തത്തിൽ ഒരു ടേബിളിനകത്താക്കിയതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എക്സാമ്പിൾസിലൂടെ പഠിക്കുന്നതാണ് ഒന്നുകൂടെ എളുപ്പം. അപ്പോൾ ഐ പ്ലേ ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു എന്ന സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള സെൻറ്റൻസിനെയാണ് നമ്മൾ എല്ലാ കാലത്തിലും എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത്. സെയിം സെൻറ്റൻസിനെ തന്നെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഓരോ കാലത്തിലും എങ്ങനെ വരും എന്നുള്ളത് കാണിച്ചു തന്നിരിക്കുകയാണ്. അതിലേക്ക് ഡീറ്റെയിൽഡായിട്ട് പോകുന്നതിന് മുൻപ് ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ്? ഒരു സെൻറ്റൻസിനകത്ത് പൊതുവെ ഒരു സബ്ജക്റ്റും ഒരു വേർബും ആണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഐ പ്ലേ എന്നൊരു സെൻറ്റൻസാണ്. ഇവിടെ സബ്ജക്റ്റുമുണ്ട്, വേർബുമുണ്ട്. ഇപ്പം സബ്ജക്റ്റും ഇല്ലാതെ നമുക്ക് വേർബ് മാത്രമേ ഉള്ളൂ എങ്കിലും നമുക്ക് സെൻറ്റൻസ് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ചുമ്മാ ചോദിക്കുക പ്ലേയിങ്, അതിൻ്റെ അർത്ഥം എന്താ? കളിക്കുവാണോ? ആ സെൻറ്റൻസിന് ആക്ച്വലി സബ്ജക്റ്റ് ഉണ്ട്, അണ്ടർസ്റ്റുഡാണ്. ആർ യു പ്ലേയിങ്? നീ കളിക്കുകയാണോ? അപ്പോൾ വേർബാണ് ഒരു സെൻറ്റൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിനകത്ത് സബ്ജക്റ്റ് ഏതാണ്? ഐ. പ്ലേ എന്ന് പറയുന്നത് വേർബാണ്. ഏതൊരു ഭാഷ പഠിക്കാനും നമ്മൾ അതിലെ കുറേ വേർബ്സ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഭാഷ പഠിക്കാൻ പറ്റും. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഈ ഓക്സിലറി വേർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഓക്സിലറി വേർബ് അല്ലെങ്കിൽ മോഡൽ വേർബ് എന്നൊന്നും പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇത്. നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്നിക്കൽ ടേം അറിയത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വേർബിനെ സഹായിക്കുന്ന വാക്കുകളാണ് ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്. ഈ ഓക്സിലറീസ് ഏതൊക്കെ എന്ന് കാണുമ്പോൾ നിങ്ങൾ അയ്യേ ഇതായിരുന്നോ എന്ന് വെക്കും. ഇതാണ് ഇംഗ്ലീഷിലെ ഓക്സിലറി വേർബ്സ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഡു, ഡസ്, ഡിഡ് അല്ലേ? ഡു എവിടാ, ഡസ് എവിടാ, ഡിഡ് എവിടാ എന്നൊക്കെ നമ്മൾ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിനകത്ത് പഠിച്ചതാണ് ഇതെല്ലാം. ഓക്കെ, ബീയുടെ ഫോംസ് ആയിട്ടുള്ള ഈസ്, ആർ, ആം, വാസ്, വെയർ, പിന്നെ ഹാസ് ആൻഡ് ഹാവ് പ്രസൻറ്റ് ടെൻസിലാണെന്നും ഹാഡ് പാസ്റ്റ് ടെൻസിലാണെന്നും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ യൂസേജ് നമുക്കറിയാം. വില്ലും ഷാലും മാത്രമേ ഉള്ളൂ പുതിയ ആൾക്കാർ അത് ഫ്യൂച്ചർ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. വുഡ് ആൻഡ് ഷുഡ് എന്ന് പറയുന്നത് വില്ലിൻ്റെയും ഷാലിൻ്റെയും പാസ്റ്റ് ആണ്. ഷാൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫോർമലായിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ കൂടുതലും വില്ലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എളുപ്പമല്ലേ? ഇതാണ് ഓക്സിലറി വേർബ്സ്. ഇതിൻ്റെ പേരറിയത്തില്ലെന്ന് മാത്രമേ ഉള്ളായിരുന്നു നമുക്ക്. ഇതൊക്കെ നമുക്ക് നല്ല പരിചയമുള്ള സംഭവങ്ങളല്ലേ? ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ കൺഫ്യൂഷൻ അടുപ്പിക്കുന്നില്ല. നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം.
സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. അതിൻ്റെ മലയാളം വേർഷനാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അവൻ ഓടുന്നു. ഈ സെൻറ്റൻസ് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതും? ഹീ റൺ ആണോ റൺസ് ആണോ? സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് പഠിച്ചതുകൊണ്ട് നമുക്കറിയാം ഹീ റൺസ്. ഇവിടാണ് ഓക്സിലിയറി വേർബിൻ്റെ ഇമ്പോർട്ടൻസ്. ശരിക്കും അവൻ ഓടുന്നു എന്ന സെൻറ്റൻസിൻ്റെ എക്സാക്റ്റ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഹീ ഡസ് റൺ എന്നാണ്. പക്ഷേ നമ്മൾ ഹീ ഡസ് റൺ എന്ന് പറയാറില്ല, അല്ലേ? ഈ ഡസ്സിനെ നമ്മൾ അങ്ങ് ഒളിപ്പിക്കും. ഹീ സിംഗുലർ ആയതുകൊണ്ടാണ് ഡസ് വന്നത്, അത് നമുക്കറിയാലോ, അല്ലേ? അപ്പം റൺ എന്ന വേർബിനെ സഹായിക്കുന്നതാണ്, ഓക്സിലിയറിയാണ് ഈ ഡസ് എന്ന് പറയുന്ന ഓക്സിലിയറി വേർബ്. ഡസ് റണ്ണിൻ്റെ പുറകിൽ ഒളിച്ചു കഴിയുമ്പോഴാണ് ഹീ റൺസ് ആകുന്നത്. നമ്മളിത് മനസ്സിലാക്കി വെക്കേണ്ടത് എന്തുകൊണ്ടാണെന്നോ മക്കളെ? കാരണം ഹീ റൺസ് എന്നുള്ളത് തന്നിട്ട് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പം ഹീ റൺസ് എന്നൊരു സെൻറ്റൻസ് തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്താൽ നമ്മൾ എങ്ങനെ എഴുതും? അവൻ ഓടുന്നു. അവൻ ഓടുവോ എന്ന് ചോദിക്കണ്ടേ? അപ്പോഴാണ് ഡസ് ഹീ റൺ ആണോ, ഡു ഹീ റൺ ആണോ, അതോ ഈസ് ഹീ റൺ ആണോ, ആർ ഹീ റൺ ആണോ, മൊത്തം ഒരു കൺഫ്യൂഷൻ ആകും. ഹീ റൺസ് എന്ന് പറഞ്ഞാൽ ഹീ ഡസ് റൺ ആണെന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ഡസ് ഹീ റൺ എന്ന് ചോദിക്കാം. മനസ്സിലായല്ലോ? അപ്പം ഓക്സിലിയറി ഇമ്പോർട്ടൻ്റ് ആണ്. ഹീ ഡസ് റൺ എന്നുള്ളതാണ് ഹീ റൺസ് ആകുന്നത്. ഡസ് പ്ലസ് റൺ ആണ് റൺസ്. മനസ്സിലായല്ലോ? എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും ഇത് യൂസ്ഫുള്ളായിരിക്കും. അടുത്ത ഒരു സെൻറ്റൻസ് നോക്കിയാലോ? ഷീ ഡസ് റൺ, അല്ലേ? അതാണ് ഷീ റൺസ് ആകുന്നത്. ഇനി ദേ ആണെങ്കിലോ? ദേ ഡു റൺ, അല്ലേ? ദേ ആയതുകൊണ്ട് ഡസ് അല്ല ഡു ആണ് പ്രസൻറ്റ് ടെൻസിൽ. ഓക്കെ, അപ്പം ആ ഡു എന്നുള്ളത് റണ്ണിൻ്റെ പുറകിൽ ഒളിച്ച് നിൽക്കുമ്പം എന്ത് പറ്റും? എസ് ഇല്ല, ദേ റൺ. ഓക്കെ, അപ്പം നിങ്ങൾ മറന്നു പോകരുത്, ഡു പ്ലസ് റൺ ആണ് റൺ. റൺ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കില്ല, അതിനെ ഹെൽപ്പ് ചെയ്യാനൊരു ഓക്സിലറി വേർബ് ഉണ്ട്, അത് ഡു ആണ്. ബേർഡ് ഡസ് ഫ്ലൈ. ബേർഡ് ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് ഡസ് ഫ്ലൈ. അപ്പോൾ ബേർഡ് ഫ്ലൈസ്. ഓക്കെ, ബേർഡ്സ് ആണെങ്കിലോ ഡു ഫ്ലൈ, അതാണ് ബേർഡ്സ് ഫ്ലൈ ആയത്. ഓക്കെ, മനസ്സിലാക്കി പോണം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഇതുപോലത്തെ ചില കൺഫ്യൂഷൻസ് വരുന്നത് കൊണ്ടാണ് ഞാൻ അതിനെ എടുത്ത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഏതൊക്കെ കേസിലാണ് ഉപയോഗിക്കുന്നത്? ഹാബിറ്റ്സ് കാണിക്കാനായിട്ട്. ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വഭാവങ്ങൾ കാണിക്കാനായിട്ട്. ഹി റീഡ്സ് എ ലോട്ട് ഓഫ് ബുക്സ്. ഒരുപാട് പുസ്തകം വായിക്കുന്നവനാണ് അവൻ. അതുപോലെ ഷി ഗെറ്റ്സ് ആംഗ്രി അറ്റ് സിലി മാറ്റേഴ്സ്. ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു അവൾക്ക്. കണ്ടോ? ഹി റീഡ്സ്, ഷി ഗെറ്റ്സ്, അതൊക്കെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് പറയുന്നത്. പിന്നെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് ജനറൽ ട്രൂത്ത്, അതായത് ഈ പ്രപഞ്ച സത്യങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോവേർബ് ഒക്കെ പറയാനായിട്ടാണ് നമ്മൾ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇസ് നോട്ട് ഗോൾഡ്. മിന്നുന്നതെല്ലാം പൊന്നല്ല. ഇവിടെ ഓൾ എന്ന് പറയുന്നത് എവറിത്തിങ് എന്നുള്ള അർത്ഥമാണ്, അതുകൊണ്ടാണ് ഈസ് നോട്ട് ഗോൾഡ് വന്നത്. പിന്നെ നമ്മുടെ ന്യൂസ് പേപ്പറിൽ കാണുന്ന ഹെഡ്ലൈൻസ്, അതിന് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പൊതുവേ നമ്മൾ ന്യൂസ് വരുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണെങ്കിലും ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് എപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ആക്കാറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് ലൈവായിട്ട് ന്യൂസ് കിട്ടുന്നു, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഈ ഒരു ന്യൂസിൻ്റെ ഇമ്പോർട്ടൻസ്, ഏർജൻസി ഒക്കെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു മെത്തേഡ് അവർ ഫോളോ ചെയ്യുന്നത്. സച്ചിൻ ഹിറ്റ്സ് അനദർ സെഞ്ചുറി. സച്ചിൻ സെഞ്ചുറി അടിച്ചത് ഇന്നലെ ആയിരിക്കും. ഇന്നത്തെ പത്രത്തിൽ വരുന്നത് സച്ചിൻ ഹിറ്റ്സ് അനദർ സെഞ്ചുറി. ദെൻ ഒബാമ വിൻസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. ഒബാമയുടെ റിസൾട്ടൊക്കെ വന്നത് തലേ ദിവസമായിരിക്കും, പിറ്റേ ദിവസത്തെ വാർത്തയിലായിരിക്കുമല്ലോ, പത്രത്തിലായിരിക്കുമല്ലോ ന്യൂസ് വരുന്നത്. പക്ഷേ അവർ ഫോളോ ചെയ്യുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഒബാമ വിൻസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. നമ്മളും എക്സാമിന് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കുവാണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വേണം ഹെഡ്ലൈൻസ് കൊടുക്കാൻ. അത് മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ ടൈറ്റാനിക് മുങ്ങിയപ്പോഴത്തെ ന്യൂസ് പേപ്പറാണ് ടൈറ്റാനിക് സിങ്സ്.
1500 ഡൈ. ഇതെല്ലാം സിമ്പിൾ പ്രസൻറ്റിലാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇനി നമ്മുടെ മെൻ്റൽ ആക്ഷൻ, നമ്മൾ മാനസികമായിട്ടുള്ള നമ്മളുടെ ആക്ഷൻസ് ഒക്കെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് എഴുതുന്നത്. എക്സാമ്പിൾ, ഐ ലവ് യു എന്ന് വെച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ ബിലീവ് ഇൻ ഗോഡ്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഐ വോണ്ട് സംതിങ് കോൾഡ്, എനിക്ക് എന്തെങ്കിലും തണുത്തത് വേണം. നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, ഇതൊക്കെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് വേണ്ടത്. ഇനി നമ്മുടെ ആ പഴയ ടേബിൾ, മുമ്പേ ഞാൻ കാണിച്ച ആ ടേബിളിനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അനലൈസ് ചെയ്യാം. പാസ്റ്റിൻ്റെയും പ്രസൻറ്റിൻ്റെയും ഫ്യൂച്ചറിൻ്റെയും ആദ്യത്തെ ഡിവിഷനായ സിമ്പിൾ നമുക്ക് നോക്കാം. പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ ഹീ റൈറ്റ്സ് എ ലെറ്റർ. അതിൻ്റെ ആക്ച്വൽ ഓക്സിലറി ഏതാണ്? ഹീ ഡസ് റൈറ്റ് എ ലെറ്റർ. അതാണ് ഹീ റൈറ്റ്സ് എ ലെറ്ററായി മാറിയത്. ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ഡൂവിൻ്റെ ഡിഡ്. ഓക്കെ, ഹീ റോട്ട് എ ലെറ്റർ. അപ്പം ഈ ഹീ റോട്ട് എ ലെറ്റർ എന്നുള്ളത് ഹീ ഡിഡ് റൈറ്റ് എ ലെറ്റർ എന്നാണ്. റോട്ട് എന്ന് പറയുന്നത് ഡിഡ് പ്ലസ് റൈറ്റ് ആണ്. നിങ്ങൾ ഓർത്ത് വെക്കണം. കാരണം എന്താണെന്നോ, മുമ്പേ പറഞ്ഞതുപോലെ ഹീ റോട്ട് എ ലെറ്റർ എന്നുള്ളത് ഒരു സെൻറ്റൻസ് തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ വല്ലതും ഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ഡിഡ് ഹീ റൈറ്റ് എ ലെറ്റർ. മനസ്സിലായല്ലോ? അതെങ്ങനെയാണ് അവിടെ ഡിഡ് വന്നത് എന്ന് നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും. അതിൻ്റെ ഉത്തരമാണ് ഈ റോട്ട് എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് റൈറ്റ് ആണ് എന്നുള്ളത്. മനസ്സിലായല്ലോ? നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെക്കുക. പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് എന്തായാലും ഡിഡ് ആണ്. സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഡിഡ് തന്നെയാണ്. ദേ വാക്ക്ഡ് റെഗുലർലി എന്നൊരു സെൻറ്റൻസ് ആണെങ്കിൽ അതെങ്ങനെ വരും? ദേ ഡിഡ് വാക്ക് റെഗുലർലി. ഓക്കെ, വാക്ക്ഡ് എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് വാക്ക് ആണ്. ഓർത്ത് വെക്കണേ. ഇനി ഫ്യൂച്ചർ. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ ഭാവിയെക്കുറിച്ച് പറയുന്നതാണ് ഫ്യൂച്ചർ. ഹീ വിൽ റൈറ്റ് എ ലെറ്റർ. അവനൊരു കത്ത് എഴുതും. വില്ലും ഷാലും ഒന്നും ഒളിച്ചിരിക്കില്ല. അവരൊക്കെ തല ഉയർത്തി നേരെയാണ് നിൽക്കുന്നത്, അല്ലേ? ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? വിൽ ഹീ റൈറ്റ് എ ലെറ്റർ? അവനൊരു കത്ത് എഴുതുമോ? അത് എളുപ്പമാണ്. ഈ പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റിലും പാസ്റ്റിലും ആണ് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത്. അതിനാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. ഇപ്പോൾ സിമ്പിൾ പാസ്റ്റ് ഹീ റോട്ട് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ അവൻ കത്ത് എഴുതി. ആക്ഷൻ ഇസ് ഓൾറെഡി കംപ്ലീറ്റഡ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഹീ റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ അവൻ കത്ത് എഴുതുന്നു. തുടർച്ചയായിട്ട് എഴുതുന്നു എന്നല്ല, അവൻ എഴുതാറുണ്ട് എന്നുള്ള അർത്ഥത്തിൽ അവൻ കത്ത് എഴുതുന്നു. സ്വഭാവം അല്ലെങ്കിൽ ഹാബിറ്റ് കാണിക്കാനായിട്ട്. ഫ്യൂച്ചർ പറയുകയാണെങ്കിലോ ഹീ വിൽ റൈറ്റ് എ ലെറ്റർ. അവൻ കത്ത് എഴുതും. നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഇനി നമുക്ക് കണ്ടിന്യൂസ് ടെൻസ് നോക്കാം. പാസ്റ്റിൻ്റെയും പ്രസൻറ്റിൻ്റെയും ഫ്യൂച്ചറിൻ്റെയും കണ്ടിന്യൂസ് ടെൻസ്. കണ്ടിന്യൂസ് ടെൻസിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ കൂടെ ING ഫോം ഉണ്ട്. ING എന്ന് വെച്ചാൽ എന്താണ്? തുടർച്ചയായി നടന്നുകൊണ്ട് ഇരിക്കുന്നത് എന്നർത്ഥം. പ്രോഗ്രസീവ് ടെൻസ് എന്നും പറയാറുണ്ട്. എക്സാമ്പിൾ നോക്കാം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഹീ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. അവൻ കത്ത് എഴുതുകയായിരുന്നു. ആക്ഷൻ കംപ്ലീറ്റ് അല്ല. മനസ്സിലായോ? അയാൾ കഥ എഴുതുകയാണ് എന്ന് പറയുന്നത് പോലെ. പേഴ്സിസ്റ്റൻ്റ് സ്വഭാവം കാണിക്കാനും നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. അതിപ്പോൾ പ്രസൻറ്റിലാണെങ്കിലും പാസ്റ്റ് ടെൻസിലാണെങ്കിലും. ഹീ വാസ് ഓൾവേസ് കംപ്ലെയിനിങ്. അയാൾ എപ്പോഴും പരാതി പറയുന്ന സ്വഭാവമുള്ള ആളായിരുന്നു. അങ്ങനെ. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് എങ്ങനെയാണ്? ഹീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. അയാൾ ഒരു കത്ത് എഴുതുകയാണ്. അതായത് ഇപ്പോൾ ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദി ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. കണ്ടിന്യൂസ് ടെൻസ് ഇപ്പോഴുള്ള പേഴ്സിസ്റ്റൻ്റ് ഹാബിറ്റ്, അതായത് തുടർച്ചയായിട്ടുള്ള ഒരു സ്വഭാവ രീതി കാണിക്കാനായിട്ട് ഉപയോഗിക്കാം. പണ്ട് സ്ഥിരമുണ്ടായിരുന്ന ഹാബിറ്റ് കാണിക്കാനായിട്ട് പാസ്റ്റ് കണ്ടിന്യൂസും ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള ഹാബിറ്റ് കാണിക്കാനായിട്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും ഉപയോഗിക്കാം. പാസ്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ ഹീ വാസ് ഓൾവേസ് കംപ്ലെയിനിങ് എന്ന് പറഞ്ഞു. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ നമുക്ക് എങ്ങനെ പറയാം? ഹീ ഈസ് ഓൾവേസ് കംപ്ലെയിനിങ്. ഫ്യൂച്ചറിൽ എന്താകും? ഹീ വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ. അവൻ കത്ത് എഴുതുകയായിരിക്കും. യൂഷ്വലി
പ്ലാൻഡ് ഫ്യൂച്ചർ ഈവൻസ് ആണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ പറയുന്നത്. നാളെ ഈ നേരം അവൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ടുമോറോ അറ്റ് ദിസ് ടൈം ഹീ വിൽ ബി റൈറ്റിംഗ് ദി എക്സാം. പാസ്റ്റിൻ്റെ പ്രത്യേകത കണ്ടോ? വാസ് സിംഗുലർ ആണെങ്കിൽ വാസ്, പ്ലൂറൽ ആണെങ്കിൽ വെയർ പ്ലസ് ING. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ ഈസ് ആർ ആം പ്ലസ് ING. ഫ്യൂച്ചർ ആണെങ്കിലോ വിൽ ബി പ്ലസ് ING. ഇതൊക്കെയാണ് ഹെൽപ്പിംഗ് അല്ലെങ്കിൽ ഓക്സിലിയറി വേർബ്സ്. മനസ്സിലായല്ലോ? എഴുതിയെടുത്ത് വെക്കണം കേട്ടോ മക്കളെ. അടുത്തത് പെർഫെക്റ്റ് ടെൻസ് ആണ്. പെർഫെക്റ്റ് ടെൻസ് യൂഷ്വലി ഡിനോട്ട്സ് എ കംപ്ലീറ്റഡ് ഓർ പെർഫെക്റ്റഡ് ആക്ഷൻ ഓർ കണ്ടീഷൻ. പെർഫെക്റ്റ് ടെൻസിൻ്റെ പ്രത്യേകതയാണ് ഹാസും ഹാവും. മറന്നു പോരുത് കേട്ടോ. പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ഹാസ് ഓർ ഹാവ്, സിംഗുലർ ആണെങ്കിൽ ഹാസ്, പ്ലൂറൽ ആണെങ്കിൽ ഹാവ്. പാസ്റ്റ് ടെൻസിലാണെങ്കിൽ സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഒക്കെ ഹാഡ്. ഫ്യൂച്ചർ ടെൻസിലാണെങ്കിൽ വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൽ ഹാവ്. ഇവരുടെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആഡ് ചെയ്യണം. ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേർബിൻ്റെ കൂടെ, അതായത് ഹാസോ ഹാവോ ഹാഡോ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നത് പ്രസൻറ്റ് അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇത് കാണിക്കുന്നത് ആക്ഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. റെഗുലർ വേർബ് ആണെങ്കിൽ അതിൻ്റെ പാസ്റ്റ് ടെൻസ് തന്നെയായിരിക്കും അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും. നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് V1, V2, V3 എന്ന് പറഞ്ഞ് സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്. awake ആണെങ്കിൽ പാസ്റ്റ് awoke, പാസ്റ്റ് പാർട്ടിസിപ്പിൾ awoken. ബി ആണെങ്കിൽ അതിൻ്റെ പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് was, were. പ്രസന്റ് ടെൻസ് ഏതാണ്? ഈസ്, ആർ, ആം. ഓക്കെ. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ബീൻ ആണ്. BEEN, ബീൻ. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള ബീറ്റ്, ബീറ്റ്, ബീറ്റൻ, ബിക്കം, ബിക്കെയിം, ബിക്കം, ബിഗിൻ, ബിഗാൻ, ബിഗൺ, അങ്ങനെ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂഷ്വലി എൻഡ്സ് വിത്ത് ED, EN, T, D ആൻഡ് N. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ കുക്ക്ഡ്, സ്റ്റോളൻ, ബേൺഡ്, ഹോപ്ഡ്, ബ്രോക്കൺ, ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. നമ്മൾ കണ്ട V1, V2, V3 ഇതൊക്കെ പാസ്റ്റ് പാർട്ടിസിപ്പിൾസിൻ്റെ എക്സാമ്പിളാണ്. പെർഫെക്റ്റ് ടെൻസ് എഴുതാനായിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ മസ്റ്റ് ആണ്. പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഏതിനും പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേണം പെർഫെക്റ്റ് ടെൻസിന്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് എങ്ങനെയാണ്? ഹി ഹാഡ് റിട്ടൺ എ ലെറ്റർ എന്ന് വെച്ചാൽ അവൻ ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റഡ് ആക്ഷനാണ് അല്ലേ? റിട്ടൺ ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതിൻ്റെ കൂടെ ഹാഡ് ചേർക്കണം. പാസ്റ്റിൽ നടന്ന കംപ്ലീറ്റഡ് ആക്ഷൻ, അതിന് തൊട്ടുപുറകെ മറ്റൊരു ഈവൻറ്റ് നടന്നിട്ടുണ്ടാവാം. ഹി ഹാഡ് റിട്ടൺ എ ലെറ്റർ ബിഫോർ ഷീ കെയിം. അതായത് രണ്ട് പാസ്റ്റ് ടെൻസ് ഒരേ സെൻറ്റൻസിൽ വരികയാണെങ്കിൽ അതിലെ ആദ്യം നടന്ന ഇൻസിഡൻറ്റ് ഏതാണോ അതിൻ്റെ കൂടെ ഹാഡ് ചേർക്കണം. അതായത് അതിൻ്റെ പെർഫെക്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ ഷീ റീച്ച്ഡ് ദ സ്റ്റേഷൻ. ഇവിടെ രണ്ട് ഇൻസിഡൻസ് ആണ്. അവൾ സ്റ്റേഷനിൽ ചെന്നു, ട്രെയിൻ വിട്ടുപോയി. ഇത് രണ്ടിൽ ഏതാണ് ആദ്യം നടന്നത്? ട്രെയിൻ വിട്ടുപോയി എന്നുള്ളതാണ് ആദ്യം നടന്നത്. സോ ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ ദ പെർഫെക്റ്റ് ടെൻസ്. എഡിറ്റിങ്ങിനകത്ത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്, ശ്രദ്ധിച്ചോണം കേട്ടോ. ഇതൊന്ന് കുറിച്ച് വെച്ചേക്കുക. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ. അവൻ കത്ത് എഴുതിയിട്ടുണ്ട്. എപ്പോൾ തുടങ്ങിയെന്നൊന്നും പറയുന്നില്ല, പക്ഷേ എഴുതിയിട്ടുണ്ട് അവൻ. ഫ്യൂച്ചർ ആണെങ്കിലോ ഹി വിൽ ഹാവ് റിട്ടൺ എ ലെറ്റർ. അവൻ കത്ത് എഴുതിയിട്ടുണ്ടാവും. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. അടുത്ത ദിവസം ഈ സമയത്ത് അവൻ കത്ത് എഴുതിയിട്ടുണ്ടാവും. പാസ്റ്റ് പെർഫെക്റ്റ് പോലെ തന്നെ ഇതിന് ശേഷം മറ്റൊരു സംഭവവും നടന്നിട്ടുണ്ടാവും. അതായത് ഹി വിൽ ഹാവ് റിട്ടൺ എ ലെറ്റർ ബിഫോർ ഷീ കംസ്. അല്ലെങ്കിൽ ഹി വിൽ ഹാവ് റിട്ടൺ ദി എക്സാമിനേഷൻ ബിഫോർ ദി ബെൽ റിങ്സ്. അതായത് ഒരു സംഭവം നടക്കാൻ പോകുകയാണ്, ഒരു പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ ആ സംഭവം നടന്നിരിക്കും. ഒരു പ്ലാൻഡ് ആക്ഷനാണ് ഇവിടെയും കാണിക്കുന്നത്.
പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ വിൽ ഓർ ഷാൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഇനിയുള്ളത് ലാസ്റ്റ് ആയിട്ടുള്ളത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ആദ്യം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താണെന്ന് നോക്കാം. എക്സാമ്പിളിൽ കൂടെ തന്നെ നോക്കാം. ഹീ ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഇതിൻ്റെ അർത്ഥം എന്താണ്? അവൻ ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഇൻസിഡൻറ്റ് പാസ്റ്റിൽ എപ്പോഴോ തുടങ്ങി ഒരു പെർട്ടിക്കുലർ ടൈം വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഫോം എങ്ങനെയാണ്? ഹാഡ് ബീൻ പ്ലസ് ING. പെർഫെക്റ്റ് ആയതുകൊണ്ട് ഹാഡ്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ING. ഹാഡ് ബീൻ പ്ലസ് ING. കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് ING വന്നത്. ഓക്കെ, ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എങ്ങനെയാണ്? ഹി ഹാസ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. അവൻ കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആക്ഷൻ പാസ്റ്റിൽ എപ്പോഴോ തുടങ്ങിയതാണ്, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മേ ഓർ മേ നോട്ട് ബി കംപ്ലീറ്റ്. എക്സാമ്പിൾ, ഹി ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ ഫോർ 2 hours. 2 മണിക്കൂറായിട്ട് അവൻ കത്ത് എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. തീർന്നില്ലയോ എന്ന് പറയുന്നില്ല. അതാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്ലൂറലാണെങ്കിൽ ദേ ഹാവ് ബീൻ പ്ലസ് ING. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എങ്ങനെയാണെന്ന് നോക്കാം. ഹി വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. അതായത് അവൻ കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഫ്യൂച്ചർ ആക്ഷനാണ്, അത് കംപ്ലീറ്റ് ആയോ ഇല്ലയോ എന്ന് പറയുന്നില്ല, പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫോം എന്താണ്? വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് ബീൻ പ്ലസ് ING. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പോയിൻറ്റ്സ് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എക്സാമ്പിൾസ് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ടെൻസിൻ്റെ കംപ്ലീറ്റ് ടേബിൾ. ഇത് നിങ്ങളൊരു ബുക്കിലേക്ക് എഴുതിയെടുത്ത് വെക്കുക. നമ്മുടെ ഗ്രാമറിൻ്റെ ബുക്കുണ്ടല്ലോ, ഇംപ്രൂവ്മെൻറ്റ് ഗ്രാമർ ബുക്ക്, അതിനകത്തേക്ക്, ആ നോട്ട്ബുക്കിനകത്തേക്ക് നിങ്ങൾ എഴുതിയെടുക്കുക. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഇതിൻ്റെ സ്ഥാനത്ത് വേറെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എന്നോട് പറയാം. ടെൻസിൻ്റെ ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈഫ് ക്ലോസും പാസീവ് വോയിസും അതുപോലെ റിപ്പോർട്ടഡ് സ്പീച്ചും അതുപോലെ എഡിറ്റിങ്ങും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് മറ്റൊരു എക്സാമ്പിളാണ്. നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് വെച്ചായിരുന്നു മുമ്പ് കണ്ടത്. ഇത് പ്ലൂറൽ സബ്ജക്റ്റ് വെച്ചിട്ട് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, അതിൻ്റെ 4 ഡിവിഷനും നമുക്ക് നോക്കാം. ഓരോന്നും നിങ്ങൾ അനലൈസ് ചെയ്ത് പഠിക്കുക, എഴുതിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു സെൻറ്റൻസ് ഇതുപോലെ 3 ടെൻസിലും നിങ്ങൾക്ക് ഇട്ട് തനിയെ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. സോ ഹാപ്പി ലേണിംഗ് ടു യു. ബൈ ബൈ, സീ യു.